നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടക്ക കറിയാണ്. നല്ല അടിപൊളി ടേസ്റ്റിൽ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു സൂപ്പർ ടേസ്റ്റുള്ള വെണ്ടക്ക കറി. അപ്പോൾ അതിനായിട്ട് ഞാൻ വെണ്ടക്ക എടുത്തിട്ടുള്ളത് ഒരു 300 ഗ്രാം വെണ്ടക്ക എടുത്തിട്ടുണ്ട്. അത് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ ഒരു തേങ്ങ, ഒരു ഹാഫ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നോർമലി വേണ്ടുള്ള മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമ്മൾ വെണ്ടക്ക കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്തുണ്ട്. മൺചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടക്കായ ചേർത്ത് കൊടുക്കാം. വെണ്ടക്കായ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ വെണ്ടക്കായ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതുപോലെ ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വല്ലാതെ ഉടഞ്ഞു പോകില്ല. കറി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ഒന്നിങ്ങനെ വല്ലാതെ ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അല്ലെങ്കിൽ കറിയിൽ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ വെണ്ടക്കായ ആകെ ഉടഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ വെണ്ടക്കായ അത്യാവശ്യം നമുക്ക് വേണ്ട വിധത്തിലൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതേ രീതിയിൽ ഈ പരുവത്തിലാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, തീ ഒന്ന് വളരെ ചെറുതാക്കി വെക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. പിന്നെ ആദ്യമായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. അപ്പോൾ ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അടി പിടിക്കാതെ നോക്കണം. അതിനാണ് നമ്മൾ നേരത്തെ തീ കുറച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ നല്ലതുപോലെ ഒന്ന് ആയിട്ടുണ്ട്. ഒരു 2-3 സെക്കൻഡ് മാത്രം മതി. അത് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച സവോള ഞാൻ ഒരു സവോളയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി, ഒരു 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, അതുപോലെ തന്നെ ഒരു 1/2 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചോപ്പ് ചെയ്തത്, ഒരു 2 പച്ചമുളക് നീളത്തിൽ പൊളിച്ചത് അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 2 കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം നേരം മിക്സ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു 2-3 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് അതിൻ്റെ ഒന്ന് മിക്സ് ആവുന്നത് വരെ മാത്രം ഒരു 2-3 സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിലേക്ക് പുളി ചേർക്കണം. നമ്മൾ നേരത്തെ ഒരു 3 അല്ലി കുടംപുളി നമുക്ക് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 3 അല്ലി കുടംപുളി ഞാൻ ഇതിലേക്ക് ചേർത്തില്ല. വെള്ളത്തോടെ അധികം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇട്ട് വെച്ച വെള്ളത്തോടെ തന്നെ നേരെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുടംപുളി കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2-3 സെക്കൻഡ് 3-4 സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. ഞാൻ 1.5 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ചേർത്തതിന് ശേഷം നമുക്ക് തീ ഒന്ന് നേരത്തെ വളരെ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്കൊരു 2 സ്പൂണ് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ 2 ടീസ്പൂണ് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് ആകുമ്പോഴേക്കും നല്ല അത്യാവശ്യം തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് തിളച്ച് കിട്ടും. ആ തിള വരുമ്പോൾ നമ്മൾ നേരത്തെ ഒരു 1/4 മുറി തേങ്ങ നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മിക്സിയിൽ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി. ഒരു 4-5 മിനിറ്റ് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് കറി റെഡിയാവും. ഒരുപാടൊന്നും തിളപ്പിച്ച് ഇങ്ങനെ സമയം കളയേണ്ട കാര്യമൊന്നുമില്ല. ഒരു 5 മിനിറ്റ് ഒന്ന് നല്ലപോലെ നല്ല തീയിൽ വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇത് വെന്ത് കിട്ടും.
ഒരു 5 മിനിറ്റ് ഇതുപോലെ തിള വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനിത് ഓഫ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് കടുക് കാച്ചണം. ഒന്ന് ഉള്ളിയും കടുകും ഒന്ന് കാച്ചാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ വയ്ക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഒരു 3 4 എടുത്താൽ മതി. അപ്പോൾ ഉള്ളിയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിയിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇത് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കരുത്. ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ 2-3-4 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മിക്സ് ചെയ്താൽ മതി. അപ്പോൾ കറി അടിപൊളി ടേസ്റ്റാണ്. ഞാനതെല്ലാം കറി കാച്ചി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കാം. മാക്സിമം 10 മിനിറ്റ്, അതിൽ കൂടുതൽ ഇത് ഉണ്ടാക്കാൻ വേണ്ട. നല്ല അടിപൊളി ടേസ്റ്റാണ്. മീൻ കറിയുടെ സെയിം ടേസ്റ്റ് തന്നെ ഇതിനുണ്ടാവുക. നല്ലതുപോലെ ചോറൊക്കെ കഴിക്കാനായിട്ട് ഈ ഒരു കറി മാത്രം മതി. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഇത് എത്തിച്ചു കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് കൂടുതൽ ഇനി ഇതുപോലുള്ള വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് ഒരു പ്രചോദനമാവുള്ളൂ. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. താങ്ക് യു.